ഇന്നലെ മുതൽ മലയാളി പ്രേക്ഷകർ അടങ്ങുന്ന സൗത്ത് ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരെല്ലാവരും കാതോർത്തിരുന്ന ഒരു വാർത്തയായിരുന്നു നടൻ അജിത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വാർത്ത. കാരണം അദ്ദേഹം ഇന്നലെ ആശുപത്രിയിൽ രാവിലെ സാധാരണ ഒരു മെഡിക്കൽ ചെക്കപ്പിന് എത്തിയെന്ന് പറഞ്ഞ് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഉച്ചയായിട്ടും വൈകുന്നേരമായിട്ടും അതേ ഒരു കാര്യത്തിൽ അപ്ഡേറ്റ് വരാത്തതുകൊണ്ട് ആരാധകർ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു അജിത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾക്ക് വേണ്ടി. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ ചെറിയ ഒരു വിഷമമാണ് പ്രേക്ഷകരുടെ ഇടയിലും ഉണ്ടാകുന്നത്. ഹൃദയത്തിനും നാഡീവ്യൂഹത്തിനും ചെറിയ ഒരു പ്രശ്നം കണ്ടെത്തുന്നു. അജിത്തിനെ ഒരു നോക്ക് കാണാൻ ആശുപത്രിയുടെ മുന്നിൽ ഇപ്പോൾ ആരാധകർ തടിച്ചുകൂടുകയാണ്. വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് അജിത്ത് ആരോഗ്യ പരിശോധനയ്ക്ക് സാധാരണ വിധേയനാകാറുണ്ട്. അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസവും അപ്പോളോ ആശുപത്രിയിൽ എത്തിയതെന്നാണ് എല്ലാവരും ആദ്യം കരുതിയത്. പിന്നാലെ അദ്ദേഹം ഏറെ വൈകിട്ടും ആശുപത്രി വിടാതിരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് എന്തോ കാര്യമായ പരിശോധന നടത്തുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത്. ഇതോടെ തന്നെ ആരാധകരെല്ലാവരും വളരെയധികം കാത്തിരുന്നൊരു വാർത്തയായി മാറി അജിത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വാർത്ത. ദേശീയ മാധ്യമങ്ങൾ വരെ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാർഡിയോ ന്യൂറോ പരിശോധനകൾ നടത്തിയ താരത്തിന്റെ ആരോഗ്യാവസ്ഥ തൃപ്തികരമാണ് എന്നുള്ള വാർത്ത വരുമ്പോൾ കുറച്ചധികം സന്തോഷമാണ് എല്ലാവർക്കും തോന്നുന്നത് എന്നുകൂടി പറയുന്നു. ആശുപത്രിയിൽ താരത്തെ കഴിഞ്ഞ ദിവസം പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ സംഭവത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പുതിയ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം കാർഡിയോ ന്യൂറോ പരിശോധനകൾക്ക് വിധേയനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ ചെറുതായി സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇത്തവണയും അജിത്ത് മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി വിധേയനായപ്പോൾ സ്ഥിരമായി കാണുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും മറിച്ച് കുറച്ചുകൂടി ഉള്ളിലേക്കാണ് പരിശോധനകൾ നടത്തിയതെന്നും പറയുന്നുണ്ട്. ആശുപത്രിക്ക് മുന്നിൽ നിരവധി പേരാണ് ഇപ്പോൾ തടിച്ചുകൂടി നിൽക്കുന്നത്. കാരണം രാവിലെ ആയിട്ടും പോയ താരം തിരിച്ചു വന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രേക്ഷകരെ എല്ലാവരെയും തന്നെ ഞെട്ടിച്ചിരിക്കുന്നത്. വിടാമുയർച്ച എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് 15-ന് അസർബൈജാനിലേക്ക് പോകാനിരിക്കവെയാണ് ഇപ്പോൾ അദ്ദേഹം ചികിത്സ തേടിയത്. ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മാനേജർ സുരേഷ് ചന്ദ്ര ഇന്നലെ വ്യക്തമാക്കിയത്. എന്നാൽ ഈ വാർത്ത പരന്നതോടെ നടന്റെ ആരാധകർ ആശുപത്രിക്ക് മുന്നിൽ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആരാധകർ പോകാൻ വേണ്ടി ഇവർ കള്ളൻ പറയുന്നതാണോ എന്ന് പോലും അവർ സംശയിക്കുന്നു എന്ന് പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തിൻ്റെ ഇളയ മകൻ അദ്വൈക്കിൻ്റെ പിറന്നാളായിരുന്നു. ഫുട്ബോൾ ആരാധകനായ അദ്വൈക്കിൻ്റെ പിറന്നാൾ ആഘോഷിച്ച് തന്നെയാണ് അജിത്ത് സന്തോഷവാനായി നിന്നത്. എന്നാൽ ആ ഫോട്ടോയിലൊന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നിയിരുന്നില്ല എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. മക്കളോടൊപ്പം ഭാര്യയോടൊപ്പം പിറന്നാളൊക്കെ ആഘോഷിച്ച് സന്തോഷത്തോടെ ഈ മാസം 15-നോടെ തന്നെ അസർബൈജാനിലേക്ക് പോകാനിരിക്കവെയാണ് ഇപ്പോൾ ഒരു മെഡിക്കൽ ചെക്കപ്പ് അദ്ദേഹം നടത്തിയത്. സാധാരണ തന്നെ ദൂരയാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഷൂട്ടിങ്ങിന് മറ്റും പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരികെ വരാൻ കുറേയധികം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ടെസ്റ്റുകളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം പോകാറുണ്ടായിരുന്നുള്ളൂ. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.